ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ശരിയായ രീതിയിൽ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങാൻ വിചാരിക്കുന്നവർക്ക് നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ യൂട്യൂബ് ഓപ്പൺ ആക്കാം. നമുക്ക് യൂട്യൂബ് വഴിയും YT സ്റ്റുഡിയോ വഴിയും ക്രോം വഴിയൊക്കെ ഷോർട്സും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഏറ്റവും താഴെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇടതുവശത്തായിട്ട് ആഡ് ബട്ടൺ ഉണ്ടാവും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറി ഇവിടെ ഓപ്പൺ ആകുന്നതാണ്. നമുക്ക് ഇതിൽ നിന്ന് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോ ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത് മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്, പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തത്. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡൺ കൊടുക്കാം. ഡൺ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ വേണ്ട സോങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് സൗണ്ട് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, എഫക്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഫിൽറ്റർ കൊടുക്കേണ്ട എല്ലാ സെറ്റപ്പും ഇതിലുണ്ട്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈം തന്നെ മ്യൂസിക്കും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് കൊടുക്കാറ്. പിന്നെ അതിനുശേഷം ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുത്താൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. അതിൽ ഇടത് സൈഡ് മേലെയായിട്ട് ഒരു പെൻസിൽ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷോർട്സിൽ നമുക്ക് തംബ്നെയിൽ വെക്കാൻ കഴിയും. അപ്പോൾ തംബ്നെയിൽ ഏത് ഭാഗമാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാം. മിക്ക ആൾക്കാരും ഷോർട്സിൻ്റെ അപ്പുറം 1 സെക്കൻഡ് 2 സെക്കൻഡിൽ ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടാണ് തംബ്നെയിൽ വെക്കാറ്. നമുക്ക് അങ്ങനെ വേണം. നമുക്ക് അതിൽ നിന്നുള്ളത് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. നമുക്ക് നമ്മളെ വീഡിയോനനുസരിച്ചിട്ടുള്ള ടൈറ്റിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തൽക്കാലം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഹാഷ്ടാഗ് കൊടുക്കാനുണ്ട്. ഹാഷ്ടാഗ് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ആളുകളിലേക്ക് നമ്മളെ വീഡിയോസ് എത്തുന്നത്. നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുമ്പോൾ നമ്മളെ വീഡിയോക്ക് അനുസരിച്ചിട്ടുള്ള ഹാഷ്ടാഗ് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 2-3 ഹാഷ്ടാഗ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വിസിബിലിറ്റിയിൽ 3 ഓപ്ഷൻ ഉണ്ട്. പ്രൈവറ്റ് ആക്കാം, അൺലിസ്റ്റഡ് ആക്കാം, പിന്നെ പബ്ലിക് ആക്കാം. നമുക്ക് പബ്ലിക് ആക്കാനായിട്ടില്ല. ഞാനിവിടെ അൺലിസ്റ്റിൽ തന്നെ കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം സെലക്ട് ഓഡിയൻസ് നമുക്ക് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ടുണ്ടെങ്കിലും ലോങ് വീഡിയോസ് ആയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ആക്കാം. പിന്നെ ആൾട്ടേർഡ് കണ്ടൻറ്റ് ഞാൻ ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നതില്ല. നിങ്ങൾക്ക് അതിൽ നോ കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അപ്ലോഡിങ് പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഇതിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ എഡിറ്റും കാര്യങ്ങളും വരും. അതിൽ നമുക്ക് എഡിറ്റ് സെലക്ട് ചെയ്താൽ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ടാഗ്സും കാര്യങ്ങളും കാണാം. അതിൽ നമുക്ക് നേരത്തെ കൊടുത്ത അതേ രീതിയിലുള്ള ടാഗ് തന്നെ ഇവിടെയും കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ നേരത്തെ കൊടുത്തത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഹാഷ്ടാഗ് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. ഇനി നമുക്ക് പബ്ലിക് ആക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.